Hi friends, welcome back to our channel. 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ ആനുവൽ എക്സാം അടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തേത് എന്താ? ആൻസർ ദ ക്വസ്റ്റ്യൻ 1 and 2. 1 ഉം 2 ഉം എന്താണ്? ആൻസർ ചെയ്യുക. ഓക്കെ, ദ സ്റ്റേജ് ഇൻ വിച്ച് ദ നിയോളിറ്റിക് സൈറ്റ് എടക്കൽ ഈസ് ലൊക്കേറ്റഡ്. എടക്കൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻസ് ഉണ്ട്: തമിഴ്നാട്, മധ്യപ്രദേശ്, കേരള, ഉത്തർപ്രദേശ്. അപ്പൊ ആൻസർ എന്താണ്? കേരളയാണ്. ഓക്കെ, ആൻസേഴ്സ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, pyramids are tombs where the mummies were preserved. Identify the civilization to which the pyramids are related. അപ്പൊ ഈ pyramids relate ചെയ്തിട്ടുള്ള civilization ഏതാണ്? ഹാരപ്പൻ civilization, മെസപ്പൊട്ടോമിയൻ civilization, ചൈനീസ് civilization, ഈജിപ്ഷ്യൻ civilization. അപ്പൊ ആൻസർ എന്താണ്? ഈജിപ്ഷ്യൻ civilization. ഇനി അടുത്തത്, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 3 to 6 ഈച്ച് carries 2 scores. എന്താണ്? 3 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും എല്ലാത്തിനും ഉത്തരം എഴുതുക, ഓരോന്നിനും 2 മാർക്ക് വീതം. അപ്പൊ എന്താണ് അതിലെ മൂന്നാമത്തെ ചോദ്യം? Explain the factors that led to the decline of Buddhism. ബുദ്ധിസം ഡിക്ലൈൻ ചെയ്യാനുള്ള കാരണങ്ങൾ. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 points എഴുതിയാൽ മതി. Buddhist teachers and ideologies failed to receive much support from the later rulers. Buddhism lost its grandeur when it was split into 2 sections. അപ്പൊ എന്താണ് ഈ ബുദ്ധിസം ഐഡിയോളജിക്ക് എന്താണ് പിന്നെയുള്ള റൂളേഴ്സിന്റെ അത്ര വലിയ സപ്പോർട്ട് കിട്ടിയില്ല. മാത്രല്ല ബുദ്ധിസം എന്തായി? 2ആയി സ്പ്ലിറ്റ് ആയി. അപ്പൊ ഇതൊക്കെയാണ് ബുദ്ധിസം തകരാറായിട്ടുള്ള കാരണങ്ങള്. ഈ നാലാമത്തെ ചോദ്യം എന്താ? Identify the geographical features represented by the given conventional symbols. അപ്പൊ ആദ്യത്തേത് എന്താണ്? ആദ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രിഡ്ജ് ആണ്. രണ്ടാമത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രേവ് യാർഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, മെൻഷൻ the precautions to be taken to prevent flood from becoming a disaster. ഫ്ലഡ് ഒരു ഡിസാസ്റ്റർ ആയി മാറുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെ? It is essential to create environmental awareness in people. ജനങ്ങളിൽ എന്താണ്? environmental awareness കൊടുക്കാനായിട്ട് ശ്രമിക്കുക. Must give scientific environmental education from childhood itself. Each one of us is bound to obey the existing rules. അപ്പൊ എന്താണ്? ചെറുപ്പം മുതലേ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 points മതി. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്? സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ യൂസസ് എന്താണ്? പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ട്രെയിൻ ബിഹേവിയർ പാറ്റേൺസ്. എന്താണ്? ഒരു കമ്പാനിയൻഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ തന്നെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആൻസർ എനി 3 questions from 7 to 10 each carry 3 scores. 7 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും 3 മാർക്ക് വീതം. ഓക്കെ, അപ്പൊ നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. മെൻഷൻ the functions of the president of India. ഇന്ത്യത്തെ പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിനെയും ബാക്കിയുള്ള മിനിസ്റ്ററിനെയും അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ ജഡ്ജിനെയും അപ്പോയിന്റ് ചെയ്യുന്നു. അതുപോലെ നോമിനേറ്റ് 12 members ഓഫ് രാജ്യസഭ ആൻഡ് 2 members ഓഫ് ലോക്സഭ. എന്താണ്? രാജ്യസഭയത്തെ 12 ആൾക്കാരനെയും അതുപോലെ ലോക്സഭയത്തെ 2 ആൾക്കാരനെയും നോമിനേറ്റ് ചെയ്യുന്നതും ആക്ട് ആസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ്. അപ്പൊ 3 points മതി. ഓക്കെ, ഈ നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം എന്താണ്? ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. റൈറ്റേഴ്സും ബുക്കും. ഓക്കെ, അപ്പൊ റൈറ്റേഴ്സ് നമുക്ക് നോക്കാം. വിശ്വഗാഥാത്ത. എന്താണ് ബുക്സ്?
മുദ്ര സക്ഷാസ. ഓക്കെ, ഇനി അടുത്തത് അഭിജാന ശാകുന്തളം ബുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റൈറ്റർ എന്താണ്? കാളിദാസ. ദെൻ ആര്യഭട്ട ആണെങ്കിൽ ആരഭട്ടിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് അമരഘോഷ എഴുതിയിട്ടുള്ളത് അമരസിംഹ. ഓക്കെ, അപ്പൊ റൈറ്റേഴ്സും ബുക്സും നോക്കി വെക്കാം. ഇനി അടുത്ത 9ാമത്തെ ചോദ്യം, റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. എന്താണ്? ഇന്ത്യയിലെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ മൂന്ന് ഒബ്ജക്റ്റീവ്സ് എഴുതുക. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഇക്വിറ്റി, ഗ്രോത്ത്, സെൽഫ് റിലയൻസ്. അപ്പൊ ഇത് നമ്മളൊരു പദസൂര്യൻ പോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ സ്ട്രക്ചർ 3 points മതി. അപ്പൊ നമുക്ക് എഴുതാം, ദ ചെയർമാൻ ഓഫ് ദ നീതി ആയോഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. എന്താണ്? ഈ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ദ ഗവർണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, lieutenant governors of union territories and a vice chairman nominated by the prime minister. അപ്പൊ ഗവർണിംഗ് കൗൺസിലിൽ ആരൊക്കെ ഉണ്ടാവും? ഈ പറഞ്ഞിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. In addition to full members, there are 2 part-time members and 4 ex-officio members and a chief executive office. അപ്പൊ ഈ മെമ്പേഴ്സിന് പുറമെ രണ്ട് പാർട്ട് ടൈം മെമ്പേഴ്സും 4 ex-officio മെമ്പേഴ്സും അതുപോലെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ആൻസർ എനി 4 questions from 11 to 15. Each carries 4 scores. 11 മുതൽ 15 വരെ ഉള്ളതിലെ ഏതെങ്കിലും 4 ഉത്തരം എഴുതാം. ഓരോന്നിനും 4 മാർക്ക് വീതം. 11ാമത്തെ ചോദ്യം എന്താ? വെറ്റ്ലാൻഡ്സിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ആൻസർ ചെയ്യുക. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ വെറ്റ്ലാൻഡ്സ്? എന്താണ് വെറ്റ്ലാൻഡ്സ്? എന്താണ് വെറ്റ്ലാൻഡ്സ് നോക്കാം. വെറ്റ്ലാൻഡ്സ് ആർ ദ നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫസ് വാട്ടർ, പാഡി ഫീൽഡ്സ്, pond, swampy region and all low-lying regions come under the category of lowlands. അപ്പൊ എന്താണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്? നാച്ചുറൽ സിങ്ക് ഓഫ് സർഫസ് വാട്ടർ ആണ്. Okay, next mention the environmental problem caused by the reclamation of wetlands. ഈ reclamation of wetlands കൊണ്ട് കൂടി ഉണ്ടാകുന്ന environmental problems എന്തൊക്കെയാണ്? എന്തൊക്കെ ഉണ്ടാവാം? ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽസ് ഇൻ കിണറ്റിലൊക്കെ വെള്ളത്തിന്റെ ലെവൽ കുറയാം. അതുപോലെ ഫ്ലഡ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റെയിൻസ്. അപ്പൊ എന്താണ്? കുറവ് മഴ ഉള്ള സ്ഥലത്തും ഫ്ലഡ് ഉണ്ടാവാനായിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ചാൻസ് ഉണ്ട്. ഈ നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം എയും ബിയും കൂടി മാച്ച് ചെയ്യാനാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ ഏതാ വരിക? ട്രോപ്പോസ്ഫിയറിൽ ക്ലൗഡ് ഫോർമേഷൻ. ദെൻ സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ ഓസോൺ ലെയർ. മീസോസ്ഫിയർ ആവുമ്പോൾ the meteors get burned out. ഇനി തെർമോസ്ഫിയർ ആവുമ്പോൾ helps in the transmission of radio waves. Okay. നെക്സ്റ്റ് 13ാമത്തെ ചോദ്യം, impact of the flood that occurred in Kerala during 2008. അപ്പൊ 2018 നടന്ന ഫ്ലഡിന്റെ ഇമ്പാക്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ 4 points എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എഴുതാം, the rains that lashed Kerala between June 2018 and August 2018 were much more than the normal. അപ്പൊ എന്താണ്? നോർമലിലേക്കാ കൂടുതൽ ഉണ്ടായിരുന്നു ജൂൺ 2018 മുതൽ ഓഗസ്റ്റ് 2018 വരെ. This caused considerable flooding in 30 out of the 40 districts. അപ്പൊ 14 ജില്ലകളിൽ 13 ജില്ലകളിലും എന്തായി? ഫ്ലഡ് ആയി. The damage and destruction caused by the flood in 2018 can never be really estimated. It had been devastating effect on all the sectors. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ നാശനഷ്ടം എന്താന്ന് വെച്ചാൽ അത് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അത്രയധികം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സെക്ടേഴ്സിനെ ഇത് എഫക്ട് ചെയ്തിട്ടും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ സോഷ്യൽ കൺട്രോൾ ആണ് മെയിൻ ടോപ്പിക്. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർമൽ സോഷ്യൽ കൺട്രോളും അപ്പൊ ബാക്കി എന്തായിരിക്കും? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും. ഓക്കെ,
ഇനി ആ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിനെ 3 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റിലീജിയനും പിയർ ഗ്രൂപ്പും അതുപോലെ തന്നെ വേറൊന്നേതാണ് ഫാമിലിയും. ഓക്കെ, ഇനി ഫോമൽ സോഷ്യൽ കൺട്രോളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോലീസ്, കോർട്ട്, പിന്നെ ആരൊക്കെയാണ് കൂട്ടുകാരെ? മിലിറ്ററിയും അതുപോലെ പ്രിസണും. ഈ 15ാമത്തെ ചോദ്യം, എന്താണ് വാട്ടർ പൊല്യൂഷൻ? മെൻഷൻ ദ ഇൽ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പൊ എന്താണ് വാട്ടർ പൊല്യൂഷൻ? ദ undesirable changes in the physical, chemical and biological properties of water is termed as water pollution. അപ്പൊ ഈ വാട്ടറിന്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഫിസിക്കൽ ആയിട്ടുള്ള, കെമിക്കൽ ആയിട്ടുള്ള, ബയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അതിന്റെ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ ഈസ് നോട്ട് ഓൺലി എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ബട്ട് ലീഡ്സ് ദ പൊല്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് എയർ ആസ് വെൽ. അപ്പൊ എന്താണ് അത്? നല്ല വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറക്കുക മാത്രമല്ല, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലാൻഡിനെയും അതുപോലെ തന്നെ നമ്മുടെ വായുവിനെ വരെ എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. The survival of plants and animals are put to danger. അപ്പൊ ഇങ്ങനെ എയറും വെള്ളവും അതുപോലെ എല്ലാവരും ഇങ്ങനെ പൊല്യൂട്ട് ആവുമ്പോ എന്താണ്? അവിടെയുള്ള സർവൈവ് ചെയ്യുന്ന ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ അതെന്ത് ചെയ്യും? ഡേഞ്ചറിലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ചോദ്യം അതെന്താന്ന് വെച്ചാൽ question 16 and 17 carry 5 scores, answer any one. അപ്പൊ എന്താണ്? 16ഉം 17ഉം എന്താണ്? 5 മാർക്കിന്റെ ചോദ്യമാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ 16ാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാല് explain the role of the 3-tier system of panchayat in local development. അപ്പൊ എന്താണ് 3-tier system? 3-tier system of panchayat എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഈ തന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്. ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ നമുക്ക് നോക്കാം. The local development needs are discussed at the Gram Sabhas at the village level. അപ്പൊ എന്താണ് ഈ ലോക്കൽ ഡെവലപ്മെന്റ് നീഡ്സ് ഒക്കെ നമ്മൾ എവിടെയാണ്? വില്ലേജിലായിട്ട് ഗ്രാമസഭാസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. The demands generated are compiled and presented in the form of plans. അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഡിമാൻഡ്സ് ഒക്കെ പ്ലാൻസ് എന്ന രൂപത്തിൽ ഫോം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ്? ബ്ലോക്ക് പഞ്ചായത്താണ്. അതെന്താന്ന് വെച്ചാൽ the project submitted by panchayats are listed and submitted to district panchayat on the basis of preferences. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഗ്രാമസഭയിൽ ഇങ്ങനെ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാല് അത് ബ്ലോക്ക് പഞ്ചായത്തില് അത് പോയി സബ്മിറ്റ് ചെയ്തിട്ട് അതെന്താണ്? അത് അവിടുത്തെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലോട്ട് അയക്കും. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണെങ്കിലോ the project submitted by the block panchayat is examined by the district level planning committee to give approval. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിൽ അയച്ചിട്ടുള്ള പ്ലാന് ഇതെന്താണ്? ഇത് അപ്രൂവൽ ആക്കണോ വേണ്ടേ എന്ന് അവർ നോക്കിയിട്ട് എക്സാമിൻ ചെയ്യും. The project will be handed over to the state planning board. അങ്ങനെ അത് അപ്രൂവ് ആക്കണമെങ്കിൽ അതെന്താ? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ അത് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അപ്പോ ഇതാണ് 3-tier system of panchayat. ഈ നെക്സ്റ്റ് 17ാമത്തെ ചോദ്യം explain the activities that help in surface run off harvesting. അപ്പൊ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്, മൾച്ചിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ് ആൻഡ് ഡിഗിങ് റെയിൻ വാട്ടർ പെർകോലേഷൻ പിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതിലേത് 5 മാർക്കിന്റെ ആയതുകൊണ്ട് 5 പോയിന്റ്സ് ചെയ്താൽ മതി. സോഷ്യലിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമ്മുടെ പോയിന്റ്സിന് അനുസരിച്ചിട്ടാണ് മാർക്ക്. ഇപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ just 4 points എഴുതിയാല് for relevant points നമ്മൾ എഴുതിയാല് 4 മാർക്സ് കിട്ടും. വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 5 മാർക്കിന്റെ ആണെങ്കിൽ ജസ്റ്റ് 5 പോയിന്റ്സ് നമ്മൾ റെലവെന്റ് ആയിട്ടുള്ളത് എഴുതണം. അത് എഴുതിയാൽ 5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.